ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എബ്രോഡ് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ശോചനീയമാണ്. അവരുടെ മാനസികാവസ്ഥയൊക്കെ ഭയങ്കര ഡാമേജ്ഡ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾറെഡി അവരുടെ നാടും വീടും കൂട്ടുകാരെയൊക്കെ മിസ് ചെയ്തിട്ടായിരിക്കും അവരിങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത്. പുതിയ രാജ്യം, പുതിയ കൾച്ചർ, പുതിയ ഫുഡ്, പുതിയ ലൈഫ് സ്റ്റൈൽ ഒക്കെ ആയിട്ട് അവർ സീറോയിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ അവർ ഓൾറെഡി ഒറ്റയ്ക്കാണ് പോകുന്നത്. ഒരു സപ്പോർട്ടിന് ആരും ഉണ്ടാവില്ല, ഒന്നിനും ആരും ഉണ്ടാവില്ല, എല്ലാം ഒറ്റയ്ക്കായിരിക്കും. പക്ഷേ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നത് ഇവർ മാത്രമായിരിക്കില്ല. ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന വേറെ പലരും ഉണ്ടാവും. ഇവരൊക്കെ ചേർന്ന് എവിടെ നിന്നൊക്കെയോ വന്ന പലരും ഫ്രണ്ട്സ് ആവും. ഈ ഫ്രണ്ട്സ് പിന്നീട് ഒരു ഫാമിലി പോലെയാവും. പിന്നെ എന്തിനും ഏതിനും ഇവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാനും എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാലും വിളിക്കാനും ഒക്കെ ഈ ഫാമിലി എന്ന് പറയുന്ന ആൾക്കാരെ ഉണ്ടാവുള്ളൂ. എവിടെ ചെന്ന് കഴിഞ്ഞാലും മലയാളീസ് നമ്മളൊക്കെ പിടിച്ചു നിൽക്കുന്നത് ഇങ്ങനെ ആരൊക്കെയോ ആയിരുന്നവർ ഒരു ഫാമിലി പോലെ ആകുമ്പോഴാണ്. നമുക്ക് സ്ട്രെങ്ത് തരുന്നതും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതും എപ്പോഴും നമ്മുടെ ഈ ഫാമിലിയിലെ മെമ്പേഴ്സ് ആയിരിക്കും. Be grateful for them. Send this video to someone who's in your gang, who's in your family. Until then, bye-bye. Follow for more.